തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക്. തെർത്താത്തെ, ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവർ ശ്രദ്ധിക്കുക. കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പം എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറേ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മളിത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറേ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണു സുധി, മനസ്സിലായോ? നീ കുറേ കിടന്ന് കളിക്കും. നിനക്ക് എന്താ അറിയണേ? എൻ്റെ പെട്ടിക്കകത്ത് എന്താ നാടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന മുട്ടായി, കുറേ പേര് നല്ല മുട്ടായിയൊക്കെ തന്നുവിടുന്ന ആ മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനാണ് ഞാൻ ബോധിപ്പിക്കുന്നത്? അടി ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ? അല്ല നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മറ്റേ എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ടാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എൻ്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത്. എന്നെ പറ്റി എൻ്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എൻ്റെ ഫ്രസ്ട്രേഷൻ, എൻ്റെ മാനസികാവസ്ഥയ്ക്ക് കാരണം. നീ ഒരുത്തിയാണ് എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയെ തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എൻ്റെ ഫാമിലിയെ മറ്റേ ഫാമിലിയെ തമ്മിൽ അടിപ്പിച്ച്, മക്കളെ തമ്മിൽ അടിപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും എടുത്തുനിക്ക് കേട്ടല്ലോ. ഈ ഒരു വിഷയം എടുത്തിടത്തില്ല നമ്മുടെ ചാനലെന്ന് പറഞ്ഞിട്ടിരുന്നായിരുന്നു കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ സത്യത്തിൽ ഇതിനകത്ത് എന്താണ് ശരിക്കും നടക്കുന്നത്? ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ആൾ പറയുന്നതാണോ സത്യം? രേണു സുധി പറയുന്നതാണോ സത്യം? അല്ലെങ്കിൽ കിച്ചു പറയുന്നതാണോ സത്യം? കിച്ചു ഇത്രയും നാൾ എന്തുകൊണ്ടത് മൂടി വെച്ചു എന്ന് ചോദ്യത്തിന് കിച്ചു പറയുന്ന മറുപടി എന്ന് വെച്ചാൽ, എൻ്റെ രക്തബന്ധത്തിൽ ഉള്ള ഒരാളാണ് റിതപ്പനെ കാണാൻ അവർ സമ്മതിക്കത്തില്ല, ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഇപ്പം രേണു സുധി പറയുന്നതെന്ന് വെച്ചാൽ, കിച്ചു ഭയങ്കരം കഞ്ചാവിൻ്റെ അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു റൂമിനകത്ത് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വസിച്ച് പോവുക എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഇത് ശരിക്കുള്ള സത്യാവസ്ഥയെന്ന് അറിയുന്നില്ല. പക്ഷേ കിച്ചു പറയുന്നുണ്ട് കഞ്ചാവിൻ്റെയൊക്കെ അഡിക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ശാസിക്കാനും നേരെ വളർത്താനും ഒന്നും മറ്റൊരാളില്ലാതായിപ്പോയപ്പോൾ ഒരു റൂമിൽ തനിച്ചിരുന്ന് അതങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇപ്പോൾ 22-23 വയസ്സുണ്ട് അതിന്. അത് ഇനിയിപ്പോൾ നേരെ ആകുമായിരിക്കും. അല്ലെങ്കിൽ നേരെ ആയില്ലെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മാത്രം തെറ്റാണ്. കാരണം എത്രയോ അമ്മയും അച്ഛനും ഇല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരുന്നു, അത് വേറെ കാര്യം. പക്ഷേ ഇതിനകത്ത് എന്താ പറയുക, ഈ ഒരു രേണു സുധിയെ വിറ്റ് കാശുണ്ടാക്കാൻ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ രേണു സുധിയെ റീച്ചാക്കി വളർത്തി ഇത്രയും വലുതാക്കിയതല്ലേ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കറക്റ്റ് അറിയാവുന്നവർ മാത്രം വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.